ഹലോ ഫ്രണ്ട്സ്, ഈ രോഗത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതാണ് ബെൽസ് പാൾസി. എന്താണ് ബെൽസ് പാൾസി? നമുക്കറിയാം നമ്മുടെ മുഖത്തിൽ പല ഫേഷ്യൽ എക്സ്പ്രഷനും ഉണ്ടെന്നറിയാം. ഓക്കെ, അതായത് മുഖം ചിരിക്കാൻ, കണ്ണ് പൂട്ടാൻ, നമ്മൾ നെറ്റിക്ക് ചുറ്റും ഒരു റിങ്കിൾസ് വരുത്താനൊക്കെ ഒരു ഭയങ്കര അങ്ങനെയുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടൊക്കെ എന്നറിയാം. ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ചെയ്യുന്നത് നമുക്ക് എന്താണ്? മസിൽസാണ് സഹായിക്കുന്നത്. ഈ മസിൽസിനെ സപ്ലൈ ചെയ്യുന്നതാണ്, ഈ മസിൽസിന് ഒരു ഞരമ്പ് സപ്ലൈ ചെയ്യണമല്ലോ, ഇതാണ് ഫേഷ്യൽ നെർവ് എന്ന് തന്നെ പറയുന്നത്. ഈ ഫേഷ്യൽ നെർവ് അതായത് ഏഴാമത്തെ ക്രാനിയൽ നെർവാണ് ഫേഷ്യൽ നെർവ്. ഈ ഫേഷ്യൽ നെർവിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ ഒരു പാരാലിസിസോ ഉണ്ടായാലാണ് നമുക്ക് നമുക്ക് എന്ത് സംഭവിക്കുക? നമുക്ക് ഇതുപോലത്തെ ഒരു രോഗം വരിക. ഈ രോഗത്തിൻ്റെ പ്രത്യേകത കാരണം പെട്ടെന്ന് വരുന്നതായിരിക്കും. അതായത് പെട്ടെന്ന് വരുന്നതായിരിക്കും. നമുക്ക് ഒരു സൈഡിലാണ് ഇത് കോമൺലി ആയിട്ടും കാണുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സൈഡിലായിരിക്കും ഇത് കോമൺലി ആയിട്ട് കാണുന്നത്, പെട്ടെന്നായിരിക്കും. അതായത് എന്തുകൊണ്ട് ഈ ഞരമ്പിന് ഒന്നല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ, അതായത് ഈ ഒരു ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ അതിന് ചുറ്റും അത് നീർവീക്കമൊക്കെ ഉണ്ടാകുമ്പോൾ. ഇൻഫ്ലമേഷൻ പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു 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 മുറിവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിന് ചുറ്റുമുള്ള ഏരിയ നമുക്ക് മുറിവിന് ചുറ്റും നമുക്ക് ഒരു നീര് പോലെ ഉണ്ടാവില്ലേ, ഒരു വീക്കം ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ഈ നെർവിന് ഒന്ന് ഈ ഒരു എന്തെങ്കിലും മുറിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ഏരിയ കുറച്ച് നീര് വരും. അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഇടിമ. അതായത് ഈ ഞരമ്പ് പോകുന്നത് ഒരു ഫേഷ്യൽ കനാൽ വഴിയായിരിക്കും. ഈ ഫേഷ്യൽ കനാൽ വെച്ചിട്ട് ഈ ഞരമ്പിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് അത് ഇടിമ അത് വെച്ചിട്ട് ഒരു നീര് പോലെ ഉണ്ടാവും. അത് ആ ഫേഷ്യൽ കനാൽ വെച്ചിട്ട് കംപ്രസ്സായി പോകുന്നുണ്ട്. അങ്ങനെ കംപ്രസ്സായി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആണ് ഈ നമ്മൾ ഒരു സൈഡിൽ, ഒരു മുഖത്തിൻ്റെ ഒരു സൈഡിലെ ഫങ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേഷ്യൻറ്റിനുള്ള ബാക്കി പേഷ്യൻ്റ് ഉണ്ടാകുന്ന ഇതുപോലെ തന്നെ പേഷ്യൻറ്റിന് കണ്ണടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ പേഷ്യൻറ്റിന് അത് വായിൻ്റെ ചുണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടോ. പിന്നെ പേഷ്യൻ്റ് ഒരു സൈഡിൽ, അതായത് ഒരു സൈഡിൽ റിങ്കിൾസ് ഒന്നും ഫോർമേഷൻ ചെയ്യപ്പെടുന്നില്ല. നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ചിരിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സൈഡിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് ഈ ബെൽസ് പാൾസി എന്ന് പറഞ്ഞത്. ബെൽസ് പാൾസിൻ്റെ പല കാരണങ്ങളും കൊണ്ട് ബെൽസ് പാൾസി ഉണ്ടാവുക. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പറയും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ശരി എന്നാൽ.